റിസർവ് ബാങ്കിന്റെ കഴിഞ്ഞ ദിവസം ചേർന്ന ധനനയ യോഗത്തിലാണ് പുതിയ തീരുമാനം. പ്രവാസി ഇന്ത്യക്കാർക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ ഇനി മുതൽ 25,000 രൂപ വരെ കൈവശം വയ്ക്കാൻ നിയമതടസ്സമില്ല. നേരത്തെ ഇന്ത്യയിലെ സ്ഥിരതാമസക്കാർക്ക് മാത്രമാണ് വിദേശത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും 10,000 രൂപ വരെ കൈവശം വെക്കാൻ അനുവാദമുണ്ടായിരുന്നത്. പുതിയ ചട്ടമനുസരിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സ്വദേശികളല്ലാത്ത വിദേശികൾക്കും 25,000 രൂപ വിദേശത്തേക്ക് കൊണ്ടുപോകാം. എന്നാൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരുമ്പോൾ പണം കൈവശം വയ്ക്കാൻ കഴിയുമോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് ധനവിനിമയ രംഗത്തുള്ളവർ പറയുന്നു. നാട്ടിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഇന്ത്യൻ കറൻസി ആവശ്യമായി വരിക. പ്രവാസികൾക്ക് ആക്ച്വലി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എത്ര കറൻസി ലിമിറ്റ് ഇപ്പോൾ 10,000 ലിമിറ്റ്. ആ ലിമിറ്റിനെ പറ്റിയിട്ട് സൈലൻ്റ് ആണ്, ഒന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ്, ഇന്ത്യയിൽ നിന്ന് കറൻസി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നിയമത്തിൽ മാത്രമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഒരു വർഷം വ്യക്തിപരമായി ഇന്ത്യൻ പൗരന് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് അയക്കാവുന്ന തുക $75,000 നിന്ന് $1,25,000 ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ 2004 മുതൽ ഇത് $2 ലക്ഷം ആയിരുന്നു. കഴിഞ്ഞ വർഷം രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്ന് കുറച്ച പരിധിയാണ് ഇപ്പോൾ 1.25 ലക്ഷമായി വർദ്ധിപ്പിച്ചതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രണ്ട് തീരുമാനങ്ങളും പ്രത്യക്ഷത്തിൽ പ്രവാസികൾക്ക് വലിയ നേട്ടമുണ്ടാക്കില്ലെന്നാണ് വിലയിരുത്തൽ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.